തെക്കുകിഴക്കൻ ഇന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ചെങ്കൽപ്പട്ടു ജില്ലയിലെ ഒരു പട്ടണമാണ് മാമല്ലപുരം. മഹാബലിപുരം എന്നും അറിയപ്പെടുന്നു. യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായ മഹാബലിപുരത്തെ 7-ാം നൂറ്റാണ്ടിലും 8-ാം നൂറ്റാണ്ടിലുമുള്ള ഹിന്ദു സ്മാരകങ്ങളുടെ പേരിലാണ് ഇത് ഏറ്റവും അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. ഈ സ്ഥലത്തിൻ്റെ പുരാതന നാമം തിരുകടൽ മല്ലൈ എന്നാണ്. ഇത് ചെന്നൈ മെട്രോപൊളിറ്റൻ ഏരിയയുടെ ഭാഗമാണ്. ഇത് ചെന്നൈയുടെ ഒരു ഉപഗ്രഹ പട്ടണമാണ്. പല്ലവ സാമ്രാജ്യത്തിലെ 2 പ്രധാന തുറമുഖ നഗരങ്ങളിലൊന്നായിരുന്നു മാമല്ലപുരം. പല്ലവ രാജാവായ നരസിംഹവർമ്മൻ ഒന്നാമൻ്റെ പേരിലാണ് ഈ പട്ടണം അറിയപ്പെടുന്നത്. അദ്ദേഹം മാമല എന്നും അറിയപ്പെടുന്നു. സാമ്പത്തിക അഭിവൃദ്ധിക്കൊപ്പം ഇത് ഒരു കൂട്ടം രാജകീയ സ്മാരകങ്ങളുടെ സ്ഥലമായി മാറി. അവയിൽ പലതും ജീവനുള്ള പാറയിൽ നിന്ന് കൊത്തിയെടുത്തതാണ്. ഇവ 7-8 നൂറ്റാണ്ടുകളുടേതാണ്. രഥങ്ങൾ, മണ്ഡപങ്ങൾ, ഭീമാകരമായ തുറസായ പാറക്കെട്ട്, ഗംഗാ ഇറക്കം, ശിവന് സമർപ്പിച്ചിരിക്കുന്ന തീരക്ഷേത്രം, നഗരപദ്ധതി 1827 ബ്രിട്ടീഷ് രാജാവാണ് സ്ഥാപിച്ചത്. 1-ാം നൂറ്റാണ്ടിൽ ഒരു അജ്ഞാത ഗ്രീക്ക് നാവികൻ എഴുതിയ പെരിപ്ലസ് ഓഫ് ദ എറിത്രിയൻ സീ എന്ന കൃതിയിലാണ് ഈ നഗരത്തെക്കുറിച്ചുള്ള ആദ്യകാല പരാമർശം കണക്കാക്കപ്പെടുന്നത്. ഗ്രീക്ക് ഭൂമിശാസ്ത്രജ്ഞനായ ടോളമി ഈ സ്ഥലത്തെ മലങ്കെ എന്നാണ് വിളിക്കുന്നത്. മഹാബലിപുരം, മാമല്ലപട്ടണം, മാമല്ലപുരം തുടങ്ങിയ മറ്റു പേരുകളിലും അറിയപ്പെടുന്നു. മാമല്ലപുരം എന്ന പദത്തിൻ്റെ അർത്ഥം മാമല നഗരം എന്നാണ്. നഗരത്തിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങൾ നിർമ്മിച്ച പ്രശസ്ത പല്ലവ ചക്രവർത്തി നരസിംഹവർമ്മൻ ഒന്നാമൻ്റെ മറ്റൊരു പേരാണ് മാമല്ല. പ്രശസ്ത വൈഷ്ണവ സന്യാസിയായ തിരുമങ്കെ ആൾവാർ ഈ സ്ഥലത്തെ തിരുകടൽ മല്ലൈ എന്ന് പരാമർശിക്കുന്നു. ഇത് സ്ഥല സായാഹ്ന പെരുമാൾ ക്ഷേത്രത്തെ പരാമർശിക്കുന്നു. മഹാബലിപുരം നാവികർക്ക് അറിയപ്പെടുന്ന മറ്റൊരു പേര് കുറഞ്ഞത് മാർക്കോപോളോയുടെ കാലം മുതൽ 7 പഗോഡകളാണ്. ഇത് മഹാബലിപുരത്തിൻ്റെ തീരത്ത് നിലനിന്നിരുന്ന 7 പഗോഡകളെ സൂചിപ്പിക്കുന്നു. അതിലൊന്ന് തീരക്ഷേത്രം നിലനിൽക്കുന്നു. മഹാഭാരതത്തിൽ വിവരിച്ചിരിക്കുന്ന സംഭവങ്ങളെ ചിത്രീകരിക്കുന്ന മഹാബലിപുരത്തെ ക്ഷേത്രങ്ങൾ പ്രധാനമായും നരസിംഹവർമ്മൻ രാജാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായ രാജസിംഹവർമ്മൻ്റെയും ഭരണകാലത്താണ് നിർമ്മിച്ചത്. പാറയിൽ കുത്തിയ വാസ്തുവിദ്യയിൽ നിന്ന് ഘടനാപരമായ കെട്ടിടത്തിലേക്കുള്ള മാറ്റം കാണിക്കുന്നു. AD 7-ാം നൂറ്റാണ്ടിൽ പല്ലവ രാജാവായ നരസിംഹവർമ്മൻ ഒന്നാമനാണ് മഹാബലിപുരം നഗരം സ്ഥാപിച്ചത്. ക്ഷേത്ര രഥങ്ങളുടെ ആകൃതിയിലുള്ള മണ്ഡപം അല്ലെങ്കിൽ പവലിന്യോൾ, രഥങ്ങൾ അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ എന്നിവ ഗ്രാനൈറ്റ് പാറമുഖത്ത് നിന്ന് കുത്തിയെടുത്തതാണ്. അതേസമയം അരനൂറ്റാണ്ടിന് ശേഷം നിർമ്മിച്ച പ്രശസ്തമായ തീരക്ഷേത്രം അലങ്കരിച്ച കല്ലിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. മഹാബലിപുരത്തെ സാംസ്കാരികവുമായി ഇത്രയധികം പ്രതിധ്വനിക്കുന്നത് അത് ആഗിരണം ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സ്വാധീനങ്ങളാണ്. 100 അടി നീളവും 45 അടി ഉയരമുള്ള ഗ്രാനൈറ്റിൽ കുത്തിയെടുത്തത് ഉൾപ്പെടെ നിരവധി റിലീഫുകൾ ഷോർട്ട് ടെമ്പിളിൽ ഉൾപ്പെടുന്നു. CE 6 മുതൽ 8 വരെ നൂറ്റാണ്ടുകളിൽ മാമല്ലപുരത്തെ കലാസൃഷ്ടിയിൽ നിന്ന് വിഭവങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട പ്രദേശത്ത് അധികാര പോരാട്ടങ്ങൾ നടന്നു. ഇത് അതിൻ്റെ വികസനത്തിൽ ഒരു പ്രത്യേക പങ്ക് വഹിച്ചു. അതേസമയം ഘടനയിൽ അടങ്ങിയിരിക്കുന്ന മുൻ ചരിത്രത്തിൻ്റെ വിനിയോഗത്തിൻ്റെയും മായ്ക്കലിനെയും ബാധിച്ചു. ശില്പങ്ങളും ക്ഷേത്രങ്ങളും നിർമ്മിക്കുന്ന കലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പുനരുജ്ജീവിപ്പിക്കുന്നതിനുമായി 1957 ഗവൺമെൻറ് കോളേജ് ഓഫ് ആർക്കിടെക്ചർ ആൻഡ് ശില്പം സ്ഥാപിതമായി. ബലിപുരത്തിന് സമീപം നിന്ന് നവീന ശിലായുഗത്തിലെ ശവകുടീരങ്ങൾ, കേൻ വൃത്തങ്ങൾ, BC 1-ാം നൂറ്റാണ്ടിലെ ശവകുടീരങ്ങളുള്ള ഭരണികൾ എന്നിവ കണ്ടെത്തിയിട്ടുണ്ട്.